ഹലോ, നമുക്കിന്ന് ഇത്തിരി കക്കായാണ് കിട്ടിയിരിക്കുന്നത്. കക്ക ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി കക്ക കഴുകി എടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് ഇതാദ്യം വേവിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് വെള്ളം ഒഴിക്കും കേട്ടോ വേകാനായിട്ട്. പിന്നെ അത്യാവശ്യം ഇതിൽ വെള്ളം വരുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കക്ക ഇവിടെ വെന്തിരിക്കുകയാണ്. കുറച്ചുകൂടി വെള്ളം പറ്റാനുണ്ട്. നമുക്ക് എന്നിട്ട് റെഡിയാക്കാം. കക്കയുടെ വെള്ളമൊക്കെ പറ്റി ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. നമ്മളിനി കക്ക വറുക്കാൻ പോവുകയാണ്. ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഞാൻ ഇതിൽ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇഞ്ചി ഇട്ടായിരുന്നു, എന്നാലും കുറച്ചും കൂടി ഇടുകയാണ്. ഇതൊന്ന് ചട്ടി ചൂടായി കഴിഞ്ഞ് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. വെളിച്ചെണ്ണ ചൂടായി നമുക്കിതെല്ലാം ഇതിലിട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. വേപ്പില ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് ഇത്തിരി ഉണങ്ങിയ വേപ്പില ആയിപ്പോയി. വേറെ വേപ്പില ഇല്ല. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്തിരി വേപ്പില എല്ലാം ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇത് ഉള്ളിയൊക്കെ വഴന്നിരിക്കുകയാണ്. ഇനി മസാലപ്പൊടി, കുരുമുളക് ചതച്ചതാണ്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇത് മൂപ്പിക്കാനിട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി 1/2 സ്പൂൺ എടുത്തുള്ളൂ. പിന്നെ 2-3 സ്പൂൺ മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മൾ വേവിച്ചത്. എന്നാലും ഇത്തിരി കൂടി എടുത്തതാണ്. ഇതൊന്ന് മൂക്കട്ടെ. നമ്മുടെ പൊടിയെല്ലാം മൂത്തിരിക്കുകയാണ്. ഇനി നമുക്ക് കക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കക്ക ഇട്ട് നല്ലപോലെ ഇളക്കി ഒരു 10-15 മിനിറ്റ് ഫ്രൈ ആക്കി എടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കണം. ഇതെല്ലാം മിക്സാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ കക്ക ഫ്രൈ റെഡി ആയിരിക്കുകയാണ്.